രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത. എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ, സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാത്തരം പുതിയ കമ്പനി ടയറുകളും യഥേഷ്ടമൊരുക്കി CN ടയേഴ്സ്. പെരിന്തൽമണ്ണ കൊടികുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രതീക്ഷയുടെ ചിറകുമുളയ്ക്കുന്നു. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള വനം, പരിസ്ഥിതി, ടൂറിസം നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങളുടെ സന്ദർശനമാണ് വികസന പ്രതീക്ഷയ്ക്ക് വഴി തുറന്നിരിക്കുന്നത്. വനമന്ത്രിക്ക് പുറമെ സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങളായ MLA-മാരായ CK ഹരീന്ദ്രൻ, എൽദോസ് കുന്നപ്പള്ളി, നജീബ് കാന്തപുരം, വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘമാണ് ഇന്നലെ കൊടികുത്തിമലയിലെത്തിയത്. മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ നടന്ന യോഗത്തിന് ശേഷമാണ് സംഘം കൊടികുത്തിമലയിലെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വനം സംരക്ഷണ സമിതി ഭാരവാഹികളുമായി മന്ത്രിയും മറ്റംഗങ്ങളും ചർച്ച നടത്തി. കൊടികുത്തിമലയെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇക്കോ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നും സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ കൂടുതൽ സൌകര്യങ്ങൾ കേന്ദ്രത്തിൽ ഒരുക്കുമെന്നും വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാരുമായി ഈ വിഷയം സംബന്ധിച്ച് ചർച്ച ചെയ്തു. ധാരാളം വികസന സാധ്യതയുള്ള ഒരു എക്കോ ടൂറിസ്റ്റ് കേന്ദ്രമായി തന്നെ ഇതിനെ വികസിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എക്കോ ടൂറിസം മേഖലയിലെ ശ്രദ്ധേയമായ ഒരു സ്ഥലമായി കൊടികുത്തി മലയെ മാറ്റാൻ നമുക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യം വിലയിരുത്തിയാണ് നിയമസഭാ കമ്മിറ്റി അതിന്റെ ശുപാർശകൾ ഗവൺമെന്റിലേക്ക് സമർപ്പിക്കുക. അതിന്റെ നടപടിക്രമം അങ്ങനെയാണ്, അതുകൊണ്ടാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇന്നിവിടെ നമ്മൾക്ക് ഇവിടെ വന്നപ്പോൾ സ്ഥലം MLA-യും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും VSS-ന്റെ ഭാരവാഹികളും കുറേയേറെ കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഉത്തരം നൽകാൻ ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നില്ല. എന്നാൽ മെയ് മാസം അവസാനിക്കുന്നതിന് മുമ്പ് സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെന്ന് പറയുന്നത് ബട്ടർഫ്ലൈ പാർക്ക് ഇവിടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതും ഇക്കൊല്ലത്തെ വനം വകുപ്പിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൊടികുത്തിമലയിലെത്തുന്ന സഞ്ചാരികൾക്ക് സൂര്യോദയവും സൂര്യാസ്തമയവും ഇവിടെ നിന്ന് കാണുന്നതിന് സൌകര്യമൊരുക്കും. ഇതിനായി നിലവിലെ പ്രവർത്തന സമയം പുനഃക്രമീകരിക്കും. ഇനി മുതൽ രാവിലെ 5:30 മുതൽ വൈകുന്നേരം 7 മണി വരെയായിരിക്കും കൊടികുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ പ്രവർത്തന സമയം. നിലവിൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെയായിരുന്നു പ്രവർത്തന സമയം. കൊടികുത്തിമലയിൽ മെയ് മാസത്തിൽ തന്നെ കൂടുതൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കും. ഇവിടെ ബട്ടർഫ്ലൈ പാർക്ക് ആരംഭിക്കാനും ഇന്നലെ നടന്ന യോഗത്തിൽ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, കണ്ണൂർ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.